ഹായ് ഹലോ രാവിലെ എണീറ്റൊരു പെട്ടെന്ന് ഉണ്ടാക്കണം പച്ചക്കറിയും ഇല്ല എന്ന 2 സവാളയും മുട്ടയും ഉണ്ടോ എന്നാൽ പിടിച്ചോ നല്ലൊരു കിടുക്കാച്ചി ഐറ്റമാണ് വെറും 10 മിനിറ്റിൻ്റെ അകത്ത് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കറിയുടെ റെസിപ്പി ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇസ് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണ്. ആദ്യം തന്നെ നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നമ്മുടെ സവാളയാണ് കേട്ടോ. അതിലോട്ട് വേറെ ഒന്നും ചെയ്യാനില്ല, നമ്മുടെ പാൻ വെച്ച് പാനിലോട്ട് എണ്ണ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കുട്ടന്മാരെയൊക്കെ എടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ നീളത്തിലരിഞ്ഞതുകൊണ്ട് തന്നെ ഇവന്മാരെ നമുക്ക് ഇതളായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തവി ഉപയോഗിച്ച് ഇങ്ങനെ കുത്തി അങ്ങ് നമുക്കതങ്ങ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ ഒരുപാട് ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള അവിലും ഓട്സും ഒക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും പോയി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ താഴെ ഞാൻ എൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ നോക്കിക്കോ, നമ്മൾ നല്ല രീതിക്കൊന്ന് ഇളക്കിയിട്ട് വെറും ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് ഇവനെ ഒന്ന് അടച്ചു വെക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവനൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടണം, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവനെ വഴറ്റേണ്ട ഒരു പരിപാടി നമുക്കില്ല. അത് മാത്രമല്ല നമ്മൾ ഇതിലോട്ട് തക്കാളിയോ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ ഒരു പരിപാടിയില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റുമാണ്. നിങ്ങൾ ഇതൊക്കെ ചേർക്കാത്തതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഇല്ല എന്ന് മാത്രം വിചാരിക്കരുത്. അപ്പോൾ നോക്കിക്കോ, നല്ല രീതിക്ക് ഇവൻ സോഫ്റ്റായി വന്നു കഴിഞ്ഞ് ഇനി നമുക്കിതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമ്മുടെ സാധാ പൊടികളാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് ഗരം മസാലയും, ഇത് നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക. മീറ്റ് മസാല ഉണ്ടോ അത് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ ഏത് മസാല എന്തെങ്കിലും ഗരം മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ അതങ്ങ് ചേർത്തോട്ട് അത് നല്ലപോലെ ഇളക്കി ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ കുറച്ച് പേര് എന്നോട് ചോദിച്ചു, ചേച്ചി പച്ചക്കുത്ത് എങ്ങനെയാണ് മാറ്റുക? ഒന്നുമില്ല മക്കളെ, അത് ഇങ്ങനെ ഇളക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എണ്ണ തെളിഞ്ഞ് വരുന്നത്, ഒന്ന് തിളങ്ങുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഇത് തന്നെയാണ് നമ്മുടെ പച്ചക്കുത്ത് മാറ്റിയെടുക്കുക എന്ന് പറയും. ഇനി ഇതിലോട്ട് ഞാൻ ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം വീഴ്ത്തിയിട്ടുണ്ട് കേട്ടോ. ഇത്തിരി ചൂടുവെള്ളം വേണമെങ്കിൽ വീഴ്ത്തിക്കാൻ, ഞാനിപ്പോൾ പച്ചവെള്ളമാണ് വീഴ്ത്തിയത്. അപ്പോൾ അത് നോക്കിക്കുക, എല്ലാം കൂടെ കഴിഞ്ഞ് ഇത് തിളച്ചൊന്ന് ജസ്റ്റ് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നിങ്ങൾക്ക് എത്ര മുട്ട വേണോ അത്രയും മുട്ട ഇതിലോട്ട് അങ്ങ് പൊട്ടിച്ച് ഞാൻ അത് വീഴ്ത്തി കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഞങ്ങൾ 4 പേരായതുകൊണ്ട് ഞങ്ങൾ 4 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കോ, നല്ല രീതിക്ക് നമുക്കിത് ഇങ്ങനെ മുട്ടയെ ഒന്ന് പൊട്ടിച്ച് വീഴ്ത്തിയിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു മിനിറ്റോ 2 മിനിറ്റോ നമ്മുടെ മുട്ടയ്ക്ക് എത്രയാണോ വേവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് നോക്കിക്കോ. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. ബുൾസൈ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കൂ, സൂപ്പർ ടേസ്റ്റാണ്. വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇത്തിരി കുരുമുളക് പൊടിയും കൂടെ തൂറ്റി കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിവിടെ അങ്ങനെ ബുൾസൈ ഒന്നും ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ നൈസായിട്ട് എല്ലാത്തിനും മറച്ചിട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് ഒരു 30 സെക്കൻഡും കൂടെ ഞാൻ ഇങ്ങനെ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. നമ്മളെ പരിപാടി കഴിക്കുമെന്നേ, ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി നോക്കിക്കോ, ഇനി നിങ്ങൾക്ക് ഇതുപോലെയല്ല, നിങ്ങൾക്കൊന്ന് ഒന്ന് ഉടച്ചെടുക്കണമെങ്കിൽ നമ്മുടെ തവി കൊണ്ട് തന്നെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. നോക്കിക്കോ, ഇത്ര എളുപ്പത്തിൽ നമുക്ക് ഇനി ഒരു കറി ഉണ്ടാക്കാൻ പറ്റുമോ? ഇതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാലുണ്ടോ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ചിക്കൻ മസാല ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ്, മീറ്റ് മസാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഡെക്കറേഷനും പരിപാടിയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരല്പം മല്ലിയിലയും കൂടെ ഇട്ട് കഴിഞ്ഞ് നമ്മുടെ പരിപാടി റെഡിയായി കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഉറപ്പായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ. അപ്പോൾ ചേട്ടാ.